നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽകി മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരമേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നുള്ള വാക്യമാണ്. പത്രോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മെ ആഴമേറിയ ഭാരപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, ആകുലതകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന, ചിന്താകുലങ്ങളിലേക്ക് നമ്മെ ആക്കി തീർക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. എന്നാൽ നമ്മെ വിളിച്ച നമ്മുടെ കൂടെ നമ്മുടെ ദൈവം പറയുന്നത് നിങ്ങളുടെ ആകുലകൾ, നിങ്ങളുടെ ചിന്താകുലങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഇറക്കി വെക്കുവാൻ ഒരു ഇടമുണ്ട്. അത് ദൈവത്തിൻ്റെ സന്നിധിയാണെന്ന്, എൻ്റെ മേൽ നിങ്ങളുടെ ചിന്താകുലങ്ങൾ ഇട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പത്രോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരായുള്ളവരെ, നിങ്ങൾ എൻ്റെ അരികിൽ വരുവീനെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം വീണ്ടും നാം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുവാനായിട്ട് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഭാരമുള്ള വിഷയങ്ങൾ, നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്ന നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, അത് ഞാൻ തീർത്തു തരാം എന്ന് നമ്മോട് അരുളി ചെയ്ത ഒരു വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ നാം തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മോട് കൂടെ നിൽക്കാമെന്നും നമ്മെ സഹായിക്കാമെന്നും നമുക്ക് ആശ്വാസം നൽകാമെന്നും നമ്മോട് സംസാരിക്കാമെന്നും നമ്മെ താങ്ങാമെന്നും ആശ്വാസം നൽകാമെന്നും പറഞ്ഞ നിരവധി ആളുകളുണ്ടെങ്കിലും അവരൊക്കെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ, ഒരു നാൾ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ അത്യുന്നതനായ ദൈവം നമ്മോട് പറയുകയാണ്, കേവലം സാധാരണ മനുഷ്യർ പറഞ്ഞിട്ട് വഴി കടന്നു പോയതുപോലെയല്ല ഒരു വ്യക്തിയല്ല ഞാൻ. നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ അരികിൽ കൊണ്ടുവന്നുകൊള്ളുക, ഞാൻ അതൊക്കെ നിങ്ങൾക്ക് പരിഹരിച്ചു തരാമെന്ന്, തീർത്തു തരും, അത് ആശ്വാസം ഞാൻ നിങ്ങൾക്ക് നൽകിത്തരാമെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാനായിട്ട് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
എൻ്റെ വചനം കേട്ടിരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ആഴമേറിയ ഭാരങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ, മുന്നോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ള അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു പറയുന്നു, നിങ്ങളുടെ ഭാരവുമായി എൻ്റെ അരികിലേക്ക് വരിക. ഞാൻ നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുത്ത്, നിങ്ങളുടെ ചിന്താകുലങ്ങളെ ഏറ്റെടുത്ത്, വേദനകൾ ഏറ്റെടുത്തു അതിന് ഉത്തരങ്ങൾ നൽകാമെന്നും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെന്ന് നമ്മുടെ എല്ലാ സങ്കടങ്ങളും, ഭാരങ്ങളും, വേദനകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ വയ്ക്കാം. നമ്മെ പുലർത്തുന്ന, നമ്മെ പോറ്റുന്ന, നമ്മെ വിടുവിക്കുന്ന, നമ്മുടെ ചിന്താകുലങ്ങളും നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ സമർപ്പിക്കണം. ആ തലങ്ങളിൽ ആശ്വാസം പ്രാപിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കണം. കർത്താവ് നിങ്ങളെ, എന്നെ, എല്ലാവരെയും സഹായിക്കട്ടെ. സ്വർഗസ്ഥ പിതാവേ, ചിന്താകുലങ്ങളായി ഭാരപ്പെടുന്ന ദൈവമക്കളെ അവർ അത് ഏറ്റെടുത്ത് അവർക്ക് ഒരു ആശ്വാസം നൽകുന്നൊരു യേശു ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടും വിടുതലുകൾ പ്രാപിപ്പാനും ഈ ദൈവവചനം കേട്ട എല്ലാവരും ദൈവം ഇടയാക്കണമേ. യേശു അത്ഭുതം ചെയ്യണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.